ശബരിമലയിൽ ദേവപ്രശ്നം വേണമെന്ന ആവശ്യവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയിൽ 2018 ശേഷം ദേവപ്രശ്നം നടത്തിയിട്ടില്ല. ദേവപ്രശ്നത്തിനായി വിദഗ്ധരെ നിയോഗിക്കാൻ ഹൈക്കോടതി ഉത്തരവിടണമെന്നും BHP ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട് ശബരിമല സംബന്ധിച്ച്. ഇവിടെ ദേവപ്രശ്നം വേണമെന്ന ആവശ്യമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉന്നയിച്ചിരിക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഉന്നയിക്കുന്നത്? ശബരിമലയിൽ ദേവപ്രശ്നം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിട്ടുള്ളത്. നേരത്തെ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഹർജി നൽകിയിരുന്നു. അതായത് വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ ക്രമക്കേട് നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രധാന ഹർജി ഉണ്ടായിരുന്നത്. ആ ഹർജിയിലാണ് ഉപഹർജി കൂടി നൽകിയിട്ടുള്ളത്. അതായത് 2018 ഏറ്റവും ഒടുവിലായിട്ട് ശബരിമലയിൽ ദേവപ്രശ്നം നടത്തിയിട്ടുള്ളത്, ദേവഹിതം വ്യക്തമായിട്ടുള്ളത്. അതിനുശേഷം ഒന്നും തന്നെ 2018 ശേഷം ശബരിമലയിൽ ദേവപ്രശ്നം നടന്നിട്ടില്ല. ദേവഹിതം അറിയാതെയാണ് പല പ്രവർത്തികളും നടന്നിട്ടുള്ളത്. 2018 ശേഷം തന്നെയാണ് സ്വർണ്ണ കവർച്ച ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇത്തവണ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ശബരിമലയിൽ ദേവപ്രശ്നം നടത്തണം. അതിനു വേണ്ടിയിട്ട് വിദഗ്ധരായിട്ടുള്ള ഒരു പാനലിനെ നിയോഗിക്കാനായിട്ട് ഹൈക്കോടതി ഉത്തരവിടണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ഈ ഉപഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ 2018 ശേഷം ദേവഹിതം അറിയാതെയാണ് ശബരിമലയിൽ എല്ലാ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു വാദം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് VHP ഹൈക്കോടതിയിൽ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഈ ഉപഹർജി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നതായിരിക്കും. നേരത്തെ തന്നെ ഈ പ്രധാനപ്പെട്ട ഹർജിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ CBIയോടും അതോടൊപ്പം തന്നെ സർക്കാരിനോടും വിവിധ ദേവസ്വങ്ങൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചതാണ്. ആ പ്രധാന ഹർജി പരിഗണിക്കുന്ന അന്നേ ദിവസം തന്നെയായിരിക്കും ഈ ദേവപ്രശ്നം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപഹർജി ഹൈക്കോടതി പരിഗണിക്കുക. എന്തായാലും 2018 ശേഷം ആണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ദേവഹിതം അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉടലെടുത്തതെന്നുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ അത്തരമൊരു വാദം കൂടി VHP ഉന്നയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എന്തായാലും ദേവപ്രശ്നത്തിനായിട്ട് ഒരു വിദഗ്ധരടങ്ങിയ പാനലിനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് VHP ഇപ്പോൾ ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിട്ടുള്ളത്. നീലിമ. ശരി, രേഷ്മയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.